പ്രിയ സഹോദരങ്ങളെ, നമസ്കാരം. പുസ്തകങ്ങളിലൂടെ എന്ന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു ഓർമ്മയിലൂടെ നമുക്ക് തുടങ്ങാം. എനിക്കൊരു അനുജനുണ്ട്. പേര് സോമൻ. അധ്യാപകനാണ്. അവന് കൊയിലാണ്ടിക്കടുത്ത് ആന്തട്ട എന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് LPSലാണ് ആദ്യം ജോലി കിട്ടിയത്. 70കളിലാണ്. അദ്ദേഹം ഓരോ അവധിക്കാലത്തും വരുമ്പോൾ എന്നോട് പറയും, എൻ്റെ സ്കൂളിൽ മിടുക്കനായൊരു അധ്യാപകനുണ്ട്. കലയെന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം എഴുതും, ചിത്രം വരയ്ക്കും, കഥ എഴുതും. അങ്ങനെ ഒട്ടനവധി വിശേഷങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നല്ലതുപോലെ പ്രസംഗിക്കും. ഇങ്ങനെ പറയും. അദ്ദേഹത്തിൻ്റെ കൈപ്പട വരെ എന്നെ കൊണ്ട് കാണിക്കുകയുണ്ടായി. അങ്ങനെ നല്ല കുറേ അധ്യാപകരോടൊപ്പം എൻ്റെ അനുജൻ ജോലി ചെയ്യുന്നതിൽ എനിക്കും ഒരു അഭിമാനം തോന്നി. 90കളായപ്പോൾ ഇക്കാര്യമൊക്കെ ഞാൻ മറന്നു. ഞാൻ പത്തനംതിട്ട ഡയറ്റിലെ അഡൽട്ട് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയിൽ സീനിയർ ലെക്ചറായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു യുവാവ് വന്നു വിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അഡൽട്ട് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റിയിൽ ലെക്ചറായി ജോയിൻ ചെയ്തതിന് ശേഷം വരികയാണ് എന്ന് പറഞ്ഞു. പേര് കലാധരൻ. കലയെന്ന് വിളിക്കുമോ നിങ്ങളെ? വിളിക്കും. എനിക്ക് നിങ്ങളെ നേരത്തെ അറിയാം. എൻ്റെ അനുജൻ സോമൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ, സോമൻ മാഷിനോടൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ന്. കലാധരനെ അങ്ങനെയാണ് ആദ്യമായി ഞാൻ പരിചയപ്പെട്ടത്. 5-8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു, ജ്യേഷ്ഠനും അനുജനും പോലെ. അന്നൊന്നും കലാധരനിൽ ഒരു കവിഹൃദയവും അല്ലെങ്കിൽ വലിയൊരു സാഹിത്യകാരനും ഉണ്ടെന്നല്ല ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം നല്ലൊരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് എന്നെനിക്ക് മനസ്സിലായി. വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യാപരിക്കേണ്ടി വരും. ഞങ്ങൾ ജോലി ചെയ്യുന്ന അഡൽട്ട് എഡ്യൂക്കേഷൻ ഫാക്കൽറ്റി തന്നെ അതൊരു ഉദാഹരണമാണ്. അതൊരു മേഖലയാണ്. അധ്യാപക പരിശീലനം എന്ന് പറയുന്ന മറ്റൊരു മേഖലയാണ്. പാഠപുസ്തകം എഴുത്ത്, ഇവാലുവേഷൻ ടൂൾ തയ്യാറാക്കൽ, ഇങ്ങനെ ഒട്ടനവധി മേഖലകളുള്ള ഒരു വലിയൊരു ഫാക്കൽറ്റിയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസത്തിലാണ്. അദ്ദേഹം കൂടി പങ്കാളിയായി നിർമ്മിച്ച ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ച് വായിച്ചിരുന്നു. വിദ്യാഭ്യാസ പരിവർത്തനത്തിനൊരു ആമുഖം എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അതുപോലെ അന്വേഷണത്തിൻ്റെ പടവുകൾ എന്ന പുസ്തകവും. കലാധരൻ ഒട്ടേറെ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാഠപുസ്തക അവലോകന സമിതി അംഗം, വിവിധ വിദ്യാഭ്യാസ പ്രോജക്റ്റുകളിൽ കൺസൾട്ടൻ്റ് എന്നീ നിലകളിലൊക്കെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാനും പാഠപുസ്തകത്തിലുള്ളതുകൊണ്ട് അവിടെയും ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. ഇതുകൂടാതെ യുറീക്കയിൽ അദ്ദേഹം ഒട്ടേറെ എഴുതി. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് അദ്ദേഹത്തിന് കുറേയധികം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പറ്റി. പാവം മാമൻ, മന്ദാരക്കിളി, നിറങ്ങളെ മടങ്ങി വരൂ, മാനത്തെ പാൽക്കിണ്ണം, എനിക്ക് പാല് വേണ്ടമ്മേ, അണ്ണാൻ കുഞ്ഞിൻ്റെ കൊതിപ്പഴങ്ങൾ, ഇവയൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വീട് മെഴുവേലിയിലാണ്. ഭാര്യ ചന്ദ്രലത, മക്കൾ സ്വാതി, സമത.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന തല പ്രവർത്തകനാണ് അദ്ദേഹം. സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ വിദ്യാഭ്യാസപരമായ ലേഖനങ്ങൾ ധാരാളമായിട്ട് എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് പൂർണ്ണമായും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വ്ലോഗ് എഴുതുന്നുണ്ട്. അതിൻ്റെ പേര് ചൂണ്ടുവിരൽ എന്നാണ്. അതിലും അദ്ദേഹം ഒട്ടേറെ എഴുതുന്നു. അദ്ദേഹം എഴുതിയൊരു നോവലാണ് 2023 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചെങ്കിലും അത് ആളുകളൊക്കെ കാണാൻ തുടങ്ങിയത് ഏപ്രിൽ മാസം മുതലാണ്. 2024 ഏപ്രിൽ മാസമാണ്. ഞാൻ മെയ് മാസത്തിലോ മറ്റെയാണ് ആ പുസ്തകം വാങ്ങിയത്. 360 പേജുണ്ട്. 260 രൂപയാണ് അതിൻ്റെ വില. നോവലാണ്. വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ആ പുസ്തകം വായിക്കാൻ ആരംഭിച്ചു. ഒരു വ്യത്യസ്തമായ ലോകത്ത് എത്തിയ പ്രതീതിയായിരുന്നു എനിക്ക്. ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതമാണ് അദ്ദേഹം പറയുന്നത്.